മാതൃഭൂമിയിലെ ചർച്ച കേൾക്കുകയായിരുന്നു. വയനാട് 2 കോൺഗ്രസ്സുകാരെ ബലി കൊടുത്തതിന് ശേഷം ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ വിലപ്പെട്ട ന്യായീകരണം കേൾക്കാതെ പോകരുത്. അത് എന്തുകൊണ്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ, ഈ അടുത്ത ദിവസം നവീൻ ബാബു എന്ന ADM ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് PP ദിവ്യ പുലർത്തേണ്ട ധാർമ്മികതയെക്കുറിച്ചും CPM അതിനെ സംബന്ധിച്ചെടുക്കേണ്ട നിലപാടിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്തവർ ഇന്നിപ്പോൾ അതിനേക്കാൾ അതിതീവ്രവും ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ ആ 2 വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കുന്നത് സംബന്ധിച്ച് പറയുന്ന ന്യായീകരണം കേട്ടിട്ട് അവതാരക പോലും പറഞ്ഞു. അന്വേഷണം അവസാനിക്കുന്നത് വരെ, അതിപ്പോൾ ആഭ്യന്തര അന്വേഷണമാണെങ്കിലും പോലീസിന്റെ അന്വേഷണമാണെങ്കിലും അതിനുശേഷം നടപടി എന്ന് പറയുന്നത് ഇരട്ടത്താപ്പുണ്ടല്ലോ, അത് എത്ര പ്രകടമാണ്. ഇപ്പോ പ്രകാശ് മാഷ് പറയാണ് PP ദിവ്യയുടെ കാര്യത്തിൽ ഇവരങ്ങനെയാണോ പറഞ്ഞത്? അല്ലേ, പോലീസിന്റെ അന്വേഷണം കഴിഞ്ഞിട്ട് രാജിവെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. PP ദിവ്യ രാജിവെപ്പിക്കാത്തതെന്ന് ചോദിച്ചില്ലേ? മാധ്യമങ്ങളും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രതിപക്ഷം ചോദിച്ചു. പ്രതിപക്ഷത്തിനെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇന്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരണം, ഫോറൻസിക് പരിശോധനയുടെ ഫലം വരണം, പിന്നെ അത് കഴിഞ്ഞിട്ട് പോലീസ് അന്വേഷണം വരണം എന്ന നിലപാടെടുക്കുന്ന കേരളം കേൾക്കില്ലേ? ഇതിനുശേഷം മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോണും പറഞ്ഞു, അതായത് 2 ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ കോൺഗ്രസ്സുകാർക്ക് യാതൊരു വ്യഥയുമില്ല. അവർക്ക് അതൊക്കെ ഒരു രക്ഷപ്പെടലാണ്. ആ 2 ഒടുങ്ങിയതോടുകൂടി കുറേ പേർക്ക് അവർ പിരിച്ചെടുത്ത പൈസ ഇനി തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരില്ല. കാര്യം വാങ്ങിയ ആൾക്കാർ ഇനി ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ, അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരട്ടെ, ഞങ്ങൾക്ക് കോടതിയും പോലീസ് സ്റ്റേഷനൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വന്നു കഴിഞ്ഞു, SIT പരിശോധന നടക്കുന്നു, ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് വന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജ് കൊടുത്ത മറുപടി കോൺഗ്രസ്സുകാരൻ്റെ വായടപ്പിക്കുന്നതായിരുന്നു. പക്ഷേ ജിൻഡോ ജോൺ പറയുന്നത് ഭയങ്കര ദയനീയമായി പോയി തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ടെലിവിഷനിൽ വന്നിട്ട് കേരളീയരോട്, ലോകമെങ്ങുമുള്ള മലയാളികളോട് പറയുകയാണ്, ഒരു ആത്മഹത്യക്കുറിപ്പിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് വേണം, അത് പരിശോധിച്ചിട്ട് ഞങ്ങൾ നേതാക്കളെ, DCC പ്രസിഡന്റ്, MLA ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അദ്ദേഹം അതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം അത് പറയരുതായിരുന്നു. ജിൻഡോ ജോൺ നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ സഹപ്രവർത്തകർ എന്ന് വിശേഷിപ്പിക്കുന്നതൊക്കെ കൊണ്ട് എപ്പോഴും ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ജിൻഡോ ജോൺ ഇത്തരമൊരു കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് നോക്കിയിരിക്കുന്ന ഒരു നേതൃത്വമാണ് കോൺഗ്രസിനെങ്കിൽ, അങ്ങ് ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് അങ്ങ് പ്രതിഷേധം അറിയിക്കണ്ടേ? അങ്ങ് വ്യക്തിപരമായിട്ട് ഇതിനെ പ്രതിഷേധിക്കണ്ടേ? രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടണ്ടേ? അത് ശരിയല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം അങ്ങ് കാണിക്കേണ്ടിയിരുന്നില്ലേ? രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ എന്തെങ്കിലും നടപടിയെടുത്താൽ CPM തട്ടിക്കൊണ്ടുപോകും, നേതാക്കളാക്കും, എന്നിട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കും, MLA ആക്കും, മന്ത്രിയാക്കും എന്നൊക്കെ പറയുന്നത് കൊണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആരെന്ത് കുറ്റം ചെയ്താലും ഒരു നടപടിയും എടുക്കില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അതും കൂടെ നോക്കണം. ഇതിൻ്റെ അകത്ത് എന്തെല്ലാം തെളിവുകളുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യവസ്ഥാപിതമായ ഒരു അഴിമതിയുടെ, ലക്ഷണയുക്തമായ ഒരഴിമതിയുടെ, രേഖാമൂലമുള്ള അഴിമതിയുടെ എല്ലാ വ്യവസ്ഥകളും ഇതിനകത്തുണ്ട്, എല്ലാ കാരണങ്ങളും ഇതിനകത്തുണ്ട്. എണ്ണി പറയാവുന്ന എത്രയെത്ര കാര്യങ്ങൾ. അത് കരാർ വരെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാശ് കൊടുക്കുന്നതിനും ജോലി കൊടുക്കുന്നതിനും. എന്ത് ജോലിയാ ജിൻഡോ? എന്ത് ജോലിയാ? ഒരു അർബൻ സഹകരണ ബാങ്കിലെ ഏറ്റവും താഴത്തെ പാർട്ട് ടൈം സ്വീപ്പർ ജോലിക്ക് കാശ് മേടിക്കുക എന്ന് പറഞ്ഞാൽ, പാർട്ട് ടൈം സ്വീപ്പർ ജോലിയെ, അതും ഈ DCC ട്രഷററുടെ ഒരു മകനെ, ആ മകനായിരുന്നു, ആ ട്രഷററുടെ മകനാണ് അവിടെ പാർട്ട് ടൈം സ്വീപ്പറായിരുന്നത്. അയാളെ 5-6-7 കൊല്ലം അവിടെ പാർട്ട് ടൈം സ്വീപ്പർ, ഓർക്കണം, പാർട്ട് ടൈം സ്വീപ്പറായിരുന്ന ആ ട്രഷററുടെ മകനെ പിരിച്ചു വിട്ടിട്ട് ആ ഒഴിവിലേക്ക് കൈക്കൂലി മേടിച്ച് നിയമനം നടത്തി എന്ന് പറഞ്ഞാൽ ക്രൂരമാണ്, അതിക്രൂരമായ ഒരു നടപടിയാണ്. ഇതിനെതിരെ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ഉത്തരം പറയാൻ ജിൻഡോ ജോസഫൊന്നുമല്ല, കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ബാധ്യസ്ഥമാണ്, സംശയമില്ല മധു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെല്ലാം കേൾക്കണം. ഒരേ നാവ് കൊണ്ടാണ് ഈ 2 തരം വർത്തമാനങ്ങൾ വരുന്നത്. ഇന്നലകളിൽ PP ദിവ്യയ്ക്ക് കൊടുത്ത ക്ലാസും PP ദിവ്യയെ സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിക്കാനും ആ പ്രവൃത്തിയെ സംബന്ധിച്ച് വികാരം പൊട്ടി ഒലിച്ച് പ്രതികരിച്ചവർ, ജീവൻ നഷ്ടപ്പെട്ടവർ ഒപ്പം നിൽക്കുന്ന 2 കാബാലികന്മാരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ എങ്ങനെയാണ് ഉൾട്ടയടിക്കുന്നതെന്ന് കാണണം. എന്തൊരു മനുഷ്യത്വ വിരുദ്ധമാണ്. അന്ന് PP ദിവ്യയുടെ രാജി, പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തി, ഇതെല്ലാം ചെയ്തു. പക്ഷേ ഇതുവരെ ചെറുവിരൽ അനക്കിയിട്ടില്ല.
ആർക്കാണ് പൊലിഞ്ഞു പോകുന്ന ജീവനോട് പ്രതിബദ്ധതയുള്ളതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ കോൺഗ്രസ്സുകാർക്ക് ഒപ്പം നിന്നവരോട് പോലും പ്രതിബദ്ധതയില്ല. അവനവൻ്റെ പോക്കറ്റ് വീർപ്പിക്കുന്നതിനാണ് താല്പര്യമെന്നും ആ പോക്കറ്റ് വീർപ്പിക്കുന്നവനെ ന്യായീകരിക്കാനും അതിന് ഇരയായി പോകുന്നവരെ തള്ളിപ്പറയുന്ന ഈ മനുഷ്യത്വ വിരുദ്ധന്മാരാണ് നിങ്ങളെ നയിക്കേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ മറ്റൊന്നും പറയാനില്ല. കാര്യം നാളുകളിൽ നിങ്ങളും അനുഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഒപ്പം നിന്നവന് നീതി കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കാനാണ്? ചിന്തിക്കാൻ പറ്റുന്നവർ ഇതൊക്കെ കേട്ടിട്ട് ഒന്ന് ആലോചിക്കുക.